വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ ഇന്നലെ മുതൽ 4ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിച്ചെന്നറിയാം. എല്ലാ പരീക്ഷകളും അടുപ്പിച്ചിട്ടാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്കുണ്ടെന്നറിയാം. ഓരോ പരീക്ഷകളും ഓരോ തരത്തിലാണെന്ന കാര്യം മനസ്സിലാക്കി അതിനുവേണ്ട ചേരുവകൾ ചേർത്ത് ആൻസർ സ്ക്രിപ്റ്റിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ തന്നെ തിയറി പേപ്പർ, പ്രോബ്ലം പേപ്പർ, അങ്ങനെ പല തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തവർക്ക് അതിൻ്റെ അന്തസത്ത് കളയാതെ അതിനെ കാത്ത് സംരക്ഷിക്കുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മെച്ചപ്പെട്ട ഗ്രേഡ് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അടുപ്പിച്ചുള്ള പരീക്ഷകൾ വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും പഠിക്കാതെ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് എന്നാൽ അതിനെ റിവൈസ് ചെയ്ത് ഒന്ന് എഴുതി നോക്കി ഒന്ന് കൺസീവ് ചെയ്താൽ മാത്രമാണ് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന കാര്യമാണ്, ഓരോ ചോദ്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അത് പഠിച്ചിട്ടില്ല, ഇനി എന്താ ചെയ്യുക, അതെനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക എന്നൊക്കെ. അവരോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അതായത് റിവൈസ് ചെയ്യുക. അല്ലാതെ പുതിയ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയും പുതിയ കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം പലർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, പരീക്ഷയുടെ തലേദിവസമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും പുതിയ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്യാൻ മറക്കരുത്. അല്ലാതെ പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ പുതിയ കാര്യങ്ങൾ പഠിച്ച് എന്നാൽ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ റീക്രിയേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിന് ആ ഉദ്യമത്തിന് മുതിരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുപ്പിച്ചാണ് പരീക്ഷകൾ നടത്തുന്നത്. നമ്മൾ പറയുന്ന പോലെ പരീക്ഷയ്ക്ക് ഇടവേളൊന്നും കൊടുക്കാറില്ല. സോ ഇനിയുള്ള മിനിറ്റുകൾ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക. പഠിച്ച കാര്യങ്ങൾ ഒരു ആവർത്തി വായിച്ചു നോക്കുക, ഒന്ന് പറയാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിനുശേഷം ഒന്ന് എഴുതി നോക്കുക. എല്ലാം കൂടി ആവുമ്പോൾ ഓക്കെ ആയിരിക്കും. അതിസങ്കീർണമായ സെമസ്റ്റർ പരീക്ഷയാണെന്നറിയാം, എന്നാൽ അങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇതും കടന്നു പോകുമെന്ന രീതിയിൽ ഉത്തരങ്ങളെല്ലാം എഴുതുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.